എല്ലാ പയറുവർഗ്ഗങ്ങളും ഒരുമിച്ചിട്ട് കുക്ക് ചെയ്താലോ? അങ്ങനെയുള്ള ഒരു വിഭവമാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് തൂവരപ്പരിപ്പ്, അതുപോലെ 1/4 കപ്പ് നിങ്ങൾക്ക് വെള്ളക്കടല, അതുപോലെ പട്ടാണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെളുത്ത പയറാണ് കേട്ടോ 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സംഭവം ഞാൻ വാങ്ങിയിട്ടുള്ളത് മോഡേൺ ഹോം സ്റ്റൈൽ എന്നുള്ള ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ. ഞാൻ ടാഗ് ചെയ്യാം. പിന്നെ അതാ 1/4 കപ്പ് കടലപ്പരിപ്പും അതുപോലെ 1 കപ്പ് നെയ്ച്ചോറിന്റെ അരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയെടുത്ത ശേഷം ചൂടുവെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കുതിർത്ത് വെക്കാം. 2 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. തലേന്ന് രാത്രി കുതിർത്ത് വെക്കുന്നെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. ഇനി ഇതാ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു കുക്കർ ചൂടാകുമ്പോൾ ഒരു ഇച്ചിരി എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു 2 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തത് എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ക്യാരറ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇല്ലാത്ത കൊണ്ട് തൽക്കാലം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ചിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലോട്ട് ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇത് ആ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നീട് നോക്കിയിട്ട് ഉപ്പ് നമുക്ക് പിന്നീട് ചേർക്കാം. പിന്നെ ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന അരി ഇതാ ഞാൻ കഴുകിയെടുത്ത ശേഷം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വാർന്നെടുത്തിട്ടുണ്ട്. നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയല്ല കേട്ടോ, എല്ലാം കൂടെ നമ്മൾ പയറുവർഗ്ഗങ്ങളൊക്കെ മിക്സ് ചെയ്ത കൂട്ടാണ്. ഇനി ഇതിലോട്ട് ചേർത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് വേണ്ട കേട്ടോ, ഒരു 10-20 സെക്കൻഡ് ഒക്കെ ഇതുപോലെ ഒന്ന് ഇതിലോട്ട് ഈ ഒരു എണ്ണയിലോട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാൻ പിന്നീട് അവസാനം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആദ്യം തന്നെ നെയ്യ് വേണമെങ്കിൽ എണ്ണക്ക് പകരം നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ ഇതിലോട്ട് 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ഇതിനും ഡിഫറൻറ്റ് ഉണ്ടാവും. നമ്മൾ വേവിക്കുന്ന കുക്കറും അതുപോലെ എടുക്കുന്ന അരിയും ഒക്കെ വെള്ളത്തിന്റെ അളവ് എനിക്ക് 2.5 കപ്പ് പാകത്തിനായിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ഇച്ചിരി നെയ്യും കൂടെ ചേർത്തിട്ട് അത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കാം കേട്ടോ പാകത്തിനുണ്ടോ എന്നുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. ഒരു 2 വിസിൽ വരുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യുക. ചില കുക്കറിൽ ഒരു വിസിൽ വരുമ്പോൾ തന്നെ പാകമായിട്ടുണ്ടാവും കേട്ടോ. അതൊക്കെ നിങ്ങളെ കുക്കറിൻ്റെ ഇതനുസരിച്ച് ചെയ്തെടുത്താൽ മതി. എനിക്കിതാ 2 വിസിൽ വരുമ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മിക്സഡ് റൈസാണ്. എല്ലാ പയറുവർഗ്ഗങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കൊരു 4 പേർക്ക് കഴിക്കാനുള്ള അളവ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. 1 കപ്പ് അരിയാണെങ്കിലും നമ്മൾ ബാക്കിയുള്ള പയറുവർഗ്ഗങ്ങളൊക്കെ ചേർക്കുമ്പോൾ നമുക്കിതൊരു 3-4 പേർക്കൊക്കെ കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണിത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ.